സോ ഹേ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കശ്മീരി ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. വീഡിയോ കുറച്ച് ബോറിംഗ് ആയിരിക്കും, പക്ഷേ കുഴപ്പമില്ല, ഞാൻ പഠിപ്പിക്കാം. ആദ്യം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒനിയൻ ഉണ്ടല്ലോ, അത് ഫ്രൈ ചെയ്ത് വെക്കണം. ബ്രൗൺ ആകുമ്പോൾ എടുത്താൽ മതി. ഫ്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ചിക്കൻ ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് അതിൽ ആ ബ്രൗൺ ഒനിയൻ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യണം. പിന്നെ കുറേ സ്പൈസസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ക്യാപ്ഷനിൽ. അത് അവിടെ കോപ്പി ചെയ്താൽ മതി. അതിൻ്റെ കൂടെ ഓയിലും ആഡ് ചെയ്യണം. പിന്നെ ഗ്രീൻ ചില്ലി ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. പിന്നെ കേർഡ് ഉണ്ടല്ലോ, തൈര്, അതും ആഡ് ചെയ്യണം. പിന്നെ 2-3 ലെമൺ പീസസ് ഉണ്ടെങ്കിൽ അത് അതിൽ സ്ക്വീസ് ചെയ്തിട്ട് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഉണ്ടല്ലോ മിക്സ് ചെയ്യണം. കൈ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ യൂസ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മാറ്റി വെക്കണം. ഒരു 1 or 2 hours അത് സോഫ്റ്റ് ആവും. അതുവരെ അത് നന്നായിട്ട് മാരിനേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഇത് കാണും, ബാസ്മതി റൈസ്. അത് എടുത്തിട്ട് അത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം ഒരു 1/2 hour അല്ലെങ്കിൽ 1 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ ആകുമ്പോൾ ഇത് റെഡി ആവില്ലേ, ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തിട്ട് അത് മാറ്റി വെക്കാം. അതുവരെ നമ്മൾ റൈസ് എടുത്തില്ലേ, അത് വാഷ് ചെയ്തിട്ട് ബോയിൽ ചെയ്യാം കുറച്ച് നേരം. ബോയിൽ ആകുമ്പോൾ ഇതുപോലെ അത് റൈസ് ആവും, കാണും, ഒരു സോഫ്റ്റ് ആവും, കുറച്ച് പകുതി കുക്കാവും. അതാവുമ്പോൾ അത് മാറ്റി വെക്കാം. എന്നിട്ട് വേറെ ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തില്ലേ, ആ ചിക്കനും അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ജസ്റ്റ് അതിൽ ഇട്ടാൽ മതി ഇതുപോലെ. അപ്പോൾ അത് ഇടുമ്പോൾ അതിൻ്റെ മേലിൽ പിന്നെയും നിങ്ങൾക്ക് എക്സ്ട്രാ റൈസ് ഉണ്ടല്ലോ, അത് അതിൻ്റെ മേലിൽ ഇടണം. അത് റൈസ് ഇടുമ്പോൾ അതിൻ്റെ മേലിൽ ബാക്കി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തില്ലേ ഓനിയൻ, അതും വെക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ മുന്തിരി ഉണ്ടല്ലോ, മുന്തിരിയാണോ പറയുന്നത്, മറ്റേ കിസ്മിസ്, അതും ആഡ് ചെയ്യാം. എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ മേലിൽ കുറച്ച് ഗീ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിൽ ബട്ടർ വേണ്ട, ശരിക്കും ഗീ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേലിൽ പിന്നെയും കുറച്ച് ഫ്രൈ ചെയ്ത് ഓനിയൻ. എന്നിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ കുറച്ച് കളർ ഇടും. ഇവിടെ സാധാരണ നമ്മൾ കളറുള്ള ബിരിയാണിയാണ് കഴിക്കാറ് കശ്മീരിൽ. എന്നിട്ട് കുറച്ച് നേരം ഹീറ്റിൽ വെച്ചിട്ട് അത് നന്നായിട്ട് കുക്കാവും. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതുപോലെ. അപ്പോൾ യെല്ലോ കളർ ഉണ്ടല്ലോ, മറ്റേ ടെർമറിക്കിൻ്റെ, പിന്നെ ഈ കളറിൻ്റെ റെഡ് കളർ, അപ്പോൾ അതെല്ലാം മിക്സ് ആയിട്ട് നല്ല ബിരിയാണി കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ സാലഡൊക്കെ ഉണ്ടാക്കാം. അത് എന്നിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാം. സ്വന്തേ നോക്കിക്കോ, ഇതുപോലെ നല്ല ബിരിയാണി, നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഉച്ചയ്ക്കാണ് കഴിച്ചത്, നല്ല എക്സ്പേർട്ട്.